ഞങ്ങൾ അവിടെ ഇരിക്കുന്നു, ഇവരോട് പണിയെടുക്കുന്നു. മിത്തുവിൻ്റെ ബർത്ത്ഡേ കഴിഞ്ഞിട്ടിപ്പോൾ ഏകദേശം ഒരാഴ്ച ആവാനായിട്ടോ. ഇതുവരെ ഞാൻ വീഡിയോസ് ഒന്നും മര്യാദയ്ക്ക് ഇട്ടിട്ടില്ല. അതിന് കുറേ കാരണങ്ങളുണ്ടൊക്കെ ഞാൻ വഴിയേ പറഞ്ഞു വരാം. അപ്പോൾ ഇതെന്താണെന്ന് വെച്ചാൽ തലേന്ന് ഞങ്ങൾ റിട്ടേൺ ഗിഫ്റ്റ് സെറ്റാക്കിയിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ ബർത്ത്ഡേൻ്റെ സമയത്ത് നമുക്ക് കുറേ ഗിഫ്റ്റ് കിട്ടുമല്ലോ. അപ്പോൾ അവർക്കൊരു റിട്ടേൺ ഗിഫ്റ്റ് പോലെ കൊടുക്കുമായിരുന്നു. അപ്പോൾ ഞാനും അർജുനും അമ്മും കൂടി നട്ടപ്പാതിരയ്ക്ക് അതെടുത്ത് പണിയിലാണ് കേട്ടോ. അപ്പോൾ ഒരാളിവിടെ സുഖമായി കിടക്കുകയാണ്. അപ്പോൾ രാവിലെ എണീച്ചപാട് അവനൊരു സർപ്രൈസ് ഒരുക്കിയതായിട്ട് ഞങ്ങൾ ഇതാ റിട്ടേൺ ഗിഫ്റ്റൊക്കെ ഏകദേശമൊക്കെ സെറ്റായി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇവൻ എണീച്ചപ്പോൾ ഞാൻ ഹായ് ഹായ് എന്നൊക്കെ വിചാരിച്ചു. പക്ഷേ അത്ര വലിയ എക്സ്പ്രഷനൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. മൂപ്പർക്ക് ബലൂൺ തട്ടി കളിക്കാനുള്ള ഒരു മൂടായിരുന്നു. എന്തപ്പോൾ അത് സംഭവം എന്നുള്ള രീതിയിൽ ചുറ്റും നോക്കുക കേട്ടോ. ഇങ്ങനൊന്നും അല്ലല്ലോ ഞാൻ രാത്രി കിടന്നത്, ഇപ്പം എന്താ ഇങ്ങനെ കിടക്കുന്നതെന്നുള്ള രീതിയായിരുന്നു അവന്. പിന്നെ 1-2 ബലൂണൊക്കെ തട്ടി കളിച്ചതിന് ശേഷം ഞങ്ങളത് കുളിക്കാനൊക്കെ പോയിട്ടോ. നിത്ത് കുളിച്ച് പുതിയ ഡ്രസ്സൊക്കെ ഇട്ടാൽ അച്ഛൻ്റെ അമ്മമ്മേൻ്റെയൊക്കെ വകലിലെ ഗിഫ്റ്റാണ്. അപ്പോൾ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് സ്നേഹിക്കുട്ടി അവിടെ ഇരിക്കുന്നത് അവനെ ഡ്രസ്സ് ഇടിപ്പിച്ച് അവൻ ആദ്യം ഇളിഞ്ഞിട്ട് ഇതെന്താ സംഭവം എന്നുള്ള രീതിയിൽ പിന്നെ ഞങ്ങൾ മുണ്ടൊക്കെ ഇട്ട് വലിയ കുട്ടിയുടെ ഷർട്ടൊക്കെ ഇട്ടിട്ട് ഞങ്ങൾ അമ്പലത്തിൽ പോകാൻ ഒരുങ്ങുക കേട്ടോ. അവന് വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. ഞാനും നിത്തും മാത്രമായിട്ട് പോകണം. അമ്മൂനെ ഇപ്പം അമ്പലത്തിൽ പോകാൻ പറ്റില്ല. പിന്നെ അച്ഛനും അമ്മയൊക്കെ അവിടെ ചെറിയ പണിയും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അതിൻ്റെ ആയിട്ടുള്ള ചേച്ചിയും ചേട്ടനെയൊക്കെ ഞങ്ങൾ വഴിയിൽ നിന്ന് കണ്ട്. അപ്പോൾ ഓരോ വകയുള്ളൊരു ബർത്ത്ഡേ എന്താ പറയുക വിഷൊക്കെ അറിയിച്ച് നിൽക്കുകയാണ്. പിന്നെ ഞങ്ങൾ രണ്ടാളും നടന്ന് അമ്പലത്തിലേക്ക് എത്തി. അമ്പലത്തിൽ എന്തെങ്കിലും വഴിപാടും കാര്യങ്ങളൊക്കെ തലേന്ന് അച്ഛൻ പോയി നേർന്നുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ വാങ്ങാനുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആദ്യം അവനിങ്ങനെ തമ്പായൊക്കെ അവർ വിളക്ക് കത്തിച്ചാൽ പിന്നെ തൊഴുതോളും. പിന്നെ അമ്പലത്തിലൊക്കെ പോയി പിന്നെ അവനെ വീട്ടിലാക്കിയതിന് ശേഷമാണ് പ്രസാദം വാങ്ങാൻ പറ്റും. പായസവും നെയ്പായസവും പാൽപ്പായസം ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ബർത്ത്ഡേ കുട്ടി കൊടുക്കണമല്ലോ. അപ്പോൾ ആദ്യം തന്നെ അവനെ കൊണ്ടു കൊടുത്തു. അവന് ഈ വക സാധനങ്ങളൊക്കെ കുറച്ച് ഇഷ്ടമൊക്കെ തന്നെ. അവനെ കൊടുക്കുന്ന ഫുഡ് മാത്രമേ അവന് ഇഷ്ടമില്ലാത്തുള്ളൂ. ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഇഷ്ടം കേട്ടോ. എന്നാലും പാൽപ്പായസവും നെയ്പായസവും അവൻ്റെ അമ്മയും അവനുമായിട്ട് നന്നായിട്ട് കഴിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ ഇന്ന് രാവിലെ ഇഡ്ഡലിയും സാമ്പാറായിരുന്നു. ഇന്നല്ല, അന്ന് രാവിലെ ഇഡ്ഡലിയും സാമ്പാറായിരുന്നു. അതും ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചതിന് ശേഷം ഫുഡ് നമ്മൾ കാറ്ററിങ്ങിനെ ഏൽപ്പിച്ചതല്ല കേട്ടോ. ഈ ഭാഗത്ത് വെച്ചാൽ എല്ലാവരും കൂടി ഇങ്ങനെ ഫുഡ് ഉണ്ടാക്കുന്ന പരിപാടിയാണ്. അപ്പോൾ എന്തായാലും ഫുഡിൻ്റെ പരിപാടിയും കാര്യങ്ങളൊക്കെ അത് മൂത്തമ്മയും അമ്മയും എല്ലാവരും കൂടി ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ അതിൻ്റെ വീട്ടുകാരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോഴും ഞങ്ങൾ ബാക്കി വന്ന റിട്ടേൺ ഗിഫ്റ്റിൻ്റെ പരിപാടിയിലായിട്ട് അവർക്കൊക്കെ അത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അഭിപ്രായങ്ങളൊക്കെ പറഞ്ഞ് നിൽക്കുകയായിരുന്നു കേട്ടോ. പിന്നെ അതാ പെട്ടെന്നാണ് ബ്യൂട്ടീഷ്യൻ വന്നത്. പെട്ടപ്പെട്ട എമ്മേന്ന് ഫുഡും കഴിച്ച് നേരെ മേക്കപ്പ് ചെയ്യാൻ പോയി. ബാക്കി വീഡിയോസ് ഒന്നും എനിക്ക് അധികം എടുക്കാനും പറ്റില്ല. ബാക്കിയൊക്കെ എടുത്തത് ആരതൊക്കെയോ ഫോണിൽ നിന്ന് എടുത്ത് എനിക്ക് ഇങ്ങനെ അയച്ചു തന്നെ കേട്ടോ. ഞങ്ങളെ ബ്യൂട്ടീഷ്യൻ ഞാൻ എപ്പോഴും വിളിക്കുന്നൊരു ബ്യൂട്ടീഷ്യൻ ഉണ്ടായിരുന്നു. പക്ഷേ അവർക്ക് എന്തോ ഹോസ്പിറ്റൽ കേസായിട്ട് വരാൻ പറ്റിയില്ലായിരുന്നു. പിന്നെ എനിക്കൊരു പേടിയുണ്ടായിരുന്നു പുതിയൊരു ബ്യൂട്ടീഷ്യനെ വെച്ച് എങ്ങനെയാവുന്നു. പക്ഷേ കുഴപ്പമില്ല, നന്നായിട്ട് ഒരുക്കിയിട്ടൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ നേരെ ഹാളിലേക്കൊക്കെ പോയി ആദ്യം തന്നെ വെൽക്കം ഡ്രിങ്ക് ഒക്കെ കുടിച്ചതിന് ശേഷം നിത്തുവിൻ്റെ എൻട്രി കേട്ടോ. അവൻ്റെ എൻട്രിയാണ് അവൻ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടു കേട്ടോ. ഈ വണ്ടിയിൽ അങ്ങനെ അവൻ രായാവായിട്ട് ഇരിക്കുകയായിരുന്നു കേട്ടോ. അവന് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ കേക്ക് കട്ടിങ് ആയിരുന്നു പിന്നെ അടുത്തത്. കേക്ക് കട്ടിങ് കഴിഞ്ഞാൽ പിന്നെ എന്താ നമ്മൾ മധുരം കൊടുക്കലും ഫോട്ടോസ് എടുക്കലും കേക്ക് കൊടുക്കലും ഗിഫ്റ്റ് കൊടുക്കലും സംഭവങ്ങളൊക്കെ കേട്ടോ. അപ്പോൾ ഫോട്ടോ കൊടുക്കുന്നുണ്ട്, അവിടെ കേക്ക് കൊടുക്കുന്നുണ്ട്, അവിടെ റിട്ടേൺ ഗിഫ്റ്റ് കൊടുക്കുന്നുണ്ട്. മൊത്തത്തിലൊരു ഇതാണ്. ഞാനിതൊന്നും അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഇതൊക്കെ ഓരോരുത്തർ എടുക്കുന്ന വീഡിയോസ് കേട്ടോ. പൊടിയും അമ്മും എല്ലാവരും കൂടി എടുത്ത വീഡിയോസാണ്. അപ്പോൾ ഓരോരുത്തർ ഗിഫ്റ്റ് കൊടുക്കുന്നതൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് ഈ കേക്ക് കൊടുക്കൽ എന്ന് പറഞ്ഞിട്ട് പിറ്റേ ദിവസം 2 ദിവസം കഴിഞ്ഞപ്പോൾ നിത്തു ആകപ്പാടെ ക്ഷീണം പിടിച്ചു. നിത്തുവിന് ദഹനക്കേട് വന്ന് പനി വന്ന് ഛർദി വന്ന് മൊത്തത്തിൽ സീനായിരുന്നു കേട്ടോ. എന്തായാലും ഇപ്പം വലിയ കുഴപ്പമൊന്നും ഇല്ലാണ്ട് പോകുന്നത്. പിന്നെ നമ്മൾ കേക്ക് കട്ടിങ്ങും ഗിഫ്റ്റ് കൊടുക്കലും കഴിഞ്ഞാൽ നമ്മൾ നേരെ വിശപ്പ് ഭയങ്കര വിശപ്പായിരുന്നു. അപ്പോൾ നേരെ ഫുഡ് എടുക്കുന്നത് നല്ല നെയ്ച്ചോറും ചിക്കൻ കറിയും ചിക്കൻ ഫ്രൈയും കപ്പിയും മീൻകറിയും പത്തലും പൊറോട്ടയൊക്കെ ഉണ്ടായിരുന്നു. ഞങ്ങൾ പോയപ്പോഴത്തേക്ക് പത്തൽ അവിടെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഐസ്ക്രീം ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എല്ലാവരും കൂടി ഫുഡ് കഴിക്കണം. അവൻ ഐസ്ക്രീം കിട്ടിയാൽ കൊള്ളാമെന്നുണ്ട്, പക്ഷേ അവന് കൊടുക്കാൻ പറ്റൂലല്ലോ. അപ്പോൾ എന്തായാലും ഇവരൊക്കെ ഫുഡ് കഴിക്കുകയാണ്, ഞാനും ഫുഡ് കഴിക്കാൻ. എനിക്ക് നല്ല വിശന്നുണ്ടായിരുന്നു ആ സമയമായപ്പോഴത്തേക്കും. പിന്നെ എന്തെല്ലോ ഞാൻ വാങ്ങി കഴിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഫുഡൊക്കെ കഴിച്ച് നേരെ വീട്ടിലേക്ക് എത്തി. കുറച്ച് ലേറ്റ് ആയിരുന്നു വീട്ടിലെത്തി. അപ്പോൾ പിന്നെ ഗിഫ്റ്റൊക്കെ ഓപ്പൺ കുറച്ചൊക്കെ ചെയ്ത് പിന്നെ ബാക്കി നമുക്ക് നാളെ ചെയ്യാമെന്നാണ്. അത്രയും ക്ഷീണം പിടിച്ചിട്ടുണ്ടായിരുന്നു എല്ലാവരും. അപ്പം നമ്മളെ ബർത്ത്ഡേ വ്ളോഗ് ഇത്രയൊക്കെ തന്നെ ഉണ്ടായിരുന്നുള്ളൂ. കുറേ വീഡിയോസ് മിസ്സായിട്ടുണ്ട്. കുറേ ബൈക്കാട്ടോ അധികം അവനെ കിട്ടിയത് ആൺകുട്ടിയായിട്ടാവില്ലേ. എന്നാലും ഗിഫ്റ്റ് പൊളിക്കുന്ന കാണാൻ രസമായിരുന്നു. ഇത് രാവിലെ പൊളിച്ചതായിരുന്നു കേട്ടോ, മറ്റത് രാത്രിയായിരുന്നു. പിന്നെ എല്ലാ ക്ഷീണം പിടിച്ച് കിടന്നുറങ്ങി. അപ്പോൾ എല്ലാവർക്കും വീഡിയോസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ബൈ ബൈ.